അസ്സലാമലൈക്കും. ബ്രേക്ക്ഫാസ്റ്റിന് അരിക്കിച്ചടി ഉണ്ടാക്കുന്നത്. പച്ചരി ഒരു ഗ്ലാസ് എടുത്തിട്ട് വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കുക. ഒരു ഗ്ലാസ് ഫുള്ളും ഇല്ല, ചെറുപയർപ്പരിപ്പ് ഒരു 3/4 ഗ്ലാസിൻ്റെ അടുത്ത്, 3/4 ഗ്ലാസ്സിലും കൂടുതലുണ്ട്. അത് ചെറുപയർപ്പരിപ്പ് ഇടുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണിത്. ഒരു സ്പൂൺ ഉലുവ കൂട്ടുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഉലുവ കൂടിപ്പോകാൻ പാടില്ല, അത് കശപ്പ് വരുന്നത്. ഇനി നന്നായി ഇളക്കിയിട്ട് അതിൽ നമുക്ക് കഴുകിയിട്ട് പാര വെക്കുക. പാകത്തിന് ഉപ്പിടുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അടുപ്പ് വെച്ചിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഈ കുക്കർ 2-3 വിസിൽ വരട്ടെ. തേങ്ങ അരക്കുമ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് അരക്കുക. അങ്ങനെ തേങ്ങാപ്പാൽ വരുന്ന പോലായിട്ട്. എന്നാൽ ഒരുപാട് അരക്കും വേണ്ട, ഒന്നിലിട്ടിട്ടൊക്കെ അരച്ചാൽ മതി. വെള്ളത്തിൽ തേങ്ങ ഇട്ടിട്ട് ഒന്നിലിട്ടിട്ട് ഇങ്ങനെ അരച്ചാൽ മതി. കുറച്ച് 2 റൗണ്ട് ഇങ്ങനെ ആയ തേങ്ങാപ്പാൽ പോലെ വരും. ഇതോട് കൂടിയിട്ട് അങ്ങനെ ഒഴിക്കുക. പിഴിയൊന്നും വേണ്ട, ഈ തേങ്ങയോട് കൂടിയിട്ട് ഒഴിച്ച് വിടുക. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും തേങ്ങയും കൂടി ഒഴിക്കാം. തേങ്ങയോട് കൂടിയിട്ടുള്ള ഈ പാലും പീരിയൊക്കെ കൂടി ഒഴിക്കാം. പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് അധികം ചൂടാകണ്ട, ഒരുപാട് ചൂടാകാൻ പാടില്ല, തിളക്കാനൊന്നും പാടില്ല. ഇത് ഒന്ന് ലൈറ്റായി ചൂടാക്കിയാൽ അപ്പം തന്നെ എടുക്കുക, ഓഫാക്കുക. ഒന്ന് തള വരുന്നുണ്ട് ഇങ്ങനെ. അപ്പം ഇനി ഓഫാക്കാം. നമുക്ക് ചൂടായിട്ടുണ്ട്, ഓഫാക്കുക. പിന്നെ ഇത് പറഞ്ഞാൽ നല്ല പ്രോട്ടീൻ റിച്ചാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സാധനമാണിത്. പിന്നെ അത് പറഞ്ഞാൽ നിങ്ങൾ ഇത് കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാനും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്യണത് പഞ്ചസാര നെയ്യ് ഇട്ടിട്ട് കഴിക്കും. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. വെച്ച് നോക്കി. നിങ്ങളൊക്കെ വെക്കുന്നുണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ ഇതിൽ പറയണം. കിച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ പഞ്ചസാര ഇടാം. കുറച്ച് നെയ്യ് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഡിഷ് ഇഷ്ടപ്പെട്ടാൽ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ നല്ല ടേസ്റ്റാണിത്. കഴിച്ച് നോക്കുക. കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഡിഷ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.